ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സർവ്വവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഉപദേശിച്ചു വന്നിരിക്കുന്ന ദാസിയെ ഇടലകളത്തിൽ ചേർക്കുകയും സഹോദരത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാലും വേണ്ടി ജനിച്ച പിതാവെ അങ്ങയെ വിളിക്കുവാൻ ഈ കുഞ്ഞിനെ അർഹയാക്കണമേ. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ വിലകിനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ, എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജലത്താലും ആത്മാവിനാലും ജലിക്കുന്നില്ലെങ്കിൽ ഒരുവരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ജീവന്റെ ദൈവത്തെ കാണുവാൻ എന്റെ ആത്മാവ് ദാഹിക്കുന്നു. എന്റെ ആത്മാവെ, നീ എന്തിനാകപ്പെടുന്നു? നീ എന്തിന് വിഷാദിച്ചുഴലുന്നു? ദൈവത്തെ ആശ്രയിക്കുക. പകൽ ദൈവം തന്റെ അനുഗ്രഹം വർഷിക്കും, രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തുമുട്ടുവാൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്നുള്ള കർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസിയിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദീസ ജലത്തിലൂടെ പാപക്കറകൾ കഴുകി കുഞ്ഞിനെ പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ ഭൗതിക ശരീരത്തെ അവയവമായി തീരുന്ന ഈ ദാസി ഭൂദാസകളുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികവുമായി വരുവാനിടയാകട്ടെ. ഈ ദാനത്തെ പ്രതി ഈ ദാസിയോടൊപ്പം ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതയാകുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? ഈശോ മിശിഹായെ നീ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? ഈ അഭിഷേക തൈലത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്ന മുദ്രിതയാണ്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും ഞങ്ങളോട് നിറഞ്ഞുകൂടിയോട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും നിരന്തരം ബോധപ്പെടുത്തുകയും ചെയ്യട്ടെ. അന്ന് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. സർവാധിപനാം കർത്താവേ, കർത്താവിന്റെ സ്വരം ജലപ്പരപ്പിൽ മുഴങ്ങുന്നു. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനെയോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും
കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നയിക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്ക് ഏകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്ക് ഏകണമേ. ആദിമുതൽ നയിക്കുവാമേ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്ക് ഏകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനും ഇപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. സർവജ്ഞനായ ഭരണകർത്താവും നിന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിൽ ഇപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. യേശുക്രിസ്തു നയിക്കപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവരെല്ലാവരും അവരുടെ മരണത്തിൽ നയിക്കപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ച് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. അങ്ങനെ അവന്റെ മരണത്തോട് നയിക്കപ്പെടുന്ന ജ്ഞാനസ്നാനത്താൽ നാം അവരോട് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിനതുപോലെ നാം പുതിയ ജീവൻ നയിക്കേണ്ടതിനാണ് അവരോട് സംസ്കരിക്കപ്പെട്ടത്. അവരുടെ മരണത്തിൽ സദൃശമായ മരണത്തിൽ നാം അവർ നയിക്കപ്പെട്ടവരായെങ്കിൽ അവരുടെ പുനരുത്ഥാനത്തിൽ അവരോട് നയിക്കപ്പെട്ടവരെ നാം ഇനി പാപം നടക്കപ്പെടാതിരിക്കുന്ന പാപപൂർണമായ ശരീരം നശിപ്പിക്കാൻ വേണ്ടി നമ്മളിലെ പഴയ മനുഷ്യൻ അവരോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ. എന്നാൽ മരിച്ചാൽ പാപത്തിന് മോചനമായിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചുവെങ്കിൽ അവരുടെ കൂടെ ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചുവരുന്ന ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവന്റെ മേലിന് അധികാരമില്ല. അവൻ മരിച്ചു, പാപം സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങൾ പാപം സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശു ക്രിസ്തു ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുകയും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ വിശേഷം ശ്രമിക്കാം. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ പരിശുദ്ധ സുവിശേഷം സ്നാനം സ്വീകരിക്കുവാൻ രീതിയിൽ വന്നു. ജോർദാനിൽ അവന്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിരിക്കെ നീ എന്റെ അടുക്കിലേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ ഈശോ പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക. അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞുടൻ ഈശോ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ പേരിറങ്ങി വരുന്നത് അവൻ കണ്ടു. അവൻ ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ഒരു സ്വരം സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ടു. നമ്മുടെ ഈ കൊച്ചുമകള് 3 കുദാശകളെന്ന് സ്വീകരിക്കുകയും
മാമോദീസായും സ്ഥൈര്യലേപനവും വിശുദ്ധ കുർബാനയും പൗരസ്ത്യ സഭകളുടെ ദീർഘകാല പാരമ്പര്യമാണ് ഈ 3 കൂദാശകളും ഒന്നിച്ച് പരികരണം ചെയ്യുക എന്നത്. ഇടക്കാലത്ത് നമുക്ക് ഈ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലനം ഉണ്ടായിരുന്നു. പക്ഷെ വീണ്ടും അത് പുനഃസ്ഥാപിക്കപ്പെട്ടത് നന്ദി. ഇന്നത്തെ ഈ ശുശ്രൂഷകൾ ഏറ്റവും അർത്ഥപൂർണമാകുന്നത് നമ്മൾ എങ്ങനെ, ഏത് ഹൃദയ വിചാരത്തോടെ, ഏത് മനോഭാവത്തോടെ അതിൽ പങ്കെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. ഏതോ ഒരു സാമൂഹിക ആചാരം എന്ന രീതിയിൽ നമ്മളിതിനെ കാണരുത്. അതിനപ്പുറത്ത് നമ്മുടെ കുഞ്ഞ് ദൈവാത്മാവിന് പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. ഇന്നത്തെ ശുശ്രൂഷകളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു കാര്യം, കർത്താവേ അങ്ങയുടെ ദിവ്യാത്മാവിനെ ഈ കുഞ്ഞിനെ അഭിഷേകം ചെയ്യണം. ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും സൗമ്യതയും വിശ്വസ്തതയും ആത്മസംയമനവും ഇവളിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാ തരത്തിലും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഒരുക്കി വളർത്താൻ ആഗ്രഹിക്കുന്നു. അവിടെ ആധ്യാത്മികതയിൽ ഇവർക്ക് നിരന്തരമായി നൽകപ്പെടേണ്ട വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ ശുശ്രൂഷകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, സൗമ്യത, വിശ്വസ്തത, ആത്മസംയമനം. ഈ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ സമ്പന്നരാകുന്നുണ്ടോ എന്ന നിരന്തരമായ അന്വേഷണത്തെയാണ് പേരന്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സഭ ഇന്ന് ഈ കുഞ്ഞിന് 2 മാതാപിതാക്കളെ കൂടെ തരുന്നത്. എൻ്റെ പേര് കൂടെ തലവട്ടപ്പൻ, തലവട്ടമ്മ, ഗോഡ് പേരൻസ് എന്ന് നമ്മൾ പേരിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുട്ടിയുടെ ആധ്യാത്മിക വളർച്ചയിൽ അതീവ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടവരാണ് ഗോഡ് പേരൻസ്. നമ്മുടെ സാധാരണഗതിയിൽ ആക്ഷേപ രൂപേണ ഗോഡ് പേരൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ചില കാര്യങ്ങളിൽ വഴിവിട്ട് സഹായം ചെയ്യുന്നവരൊക്കെ ഗോഡ് പേരൻസ് എന്നില്ല, അല്ലേ? ആക്ഷേപ രൂപേണയാണ് ആ വിളിയെങ്കിലും യഥാർത്ഥത്തിൽ ഇവിടെ വഴിവിട്ട് സഹായമുണ്ട്. കാരണം സ്വന്തം കുഞ്ഞുങ്ങളെക്കാൾ ആധ്യാത്മികതയിൽ വഴിവിട്ടു സഹായിക്കാൻ ബാധ്യസ്ഥരാണ് ആര്? ഗോഡ് പേരൻസ് എന്നാണ് സ്വന്തം കുഞ്ഞുങ്ങൾ. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ ഭൗതിക വളർച്ചയും ആധ്യാത്മിക വളർച്ചയും ഒക്കെ മാതാപിതാക്കൾ നിൽക്കേണ്ടത്. ചെയ്യുന്ന കർമ്മങ്ങൾ എന്താണെന്ന് നോക്കണം. അവിടെ നമ്മൾ ഇതിനു മുൻപ് ഉപയോഗിച്ച മാമോദീസായ്ക്ക് ഇതിനു മുമ്പ് നടന്ന മാമോദീസായ്ക്ക് ഉപയോഗിച്ച തൈലം ഉപയോഗിച്ചാണ് ലേപനം നടത്തുന്നത്. എന്തുകൊണ്ടായിരിക്കും? വേറെ തൈലം ഇല്ലാഞ്ഞിട്ടാണ്? എന്താ നിങ്ങളുടെ ചിന്ത? എന്തുകൊണ്ടായിരിക്കും? ഞാനിങ്ങനെ കേൾക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. മാമോദീസ എന്ന് പറയുന്നത് സഭയുടെ തുടർച്ചയാണ്. ഒന്ന് മറ്റൊന്നിൻ്റെ തുടർച്ചയാണ്. പുതുതായി ഇവിടെ ഒരു ഡെഡ് എൻഡ് എന്നൊന്നുമില്ല. ഇതിനുശേഷം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മാമോദീസയുടെ തൈലമാണ് അടുത്ത മാമോദീസയ്ക്ക് ആദ്യത്തെ ലേപനത്തിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് മറ്റൊന്നിൻ്റെ തുടർച്ചയാണ്, സഭയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. അത് വളരെ താല്പര്യപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലെ ഓരോ ലേപനം 3 പ്രാവശ്യം ലേപനമുണ്ട്. ഓരോന്നിനും പ്രത്യേകമായ അർത്ഥമുണ്ട്. പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാൽ ഈ അർത്ഥം മുഴുവൻ വെളിപ്പെട്ട് കിട്ടുകയും ചെയ്യും. വളരെ ശ്രദ്ധയോടെയും താല്പര്യത്തോടെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന മുഴുവനും ആത്മീയമായ ജീവൻ സമൃദ്ധമായി തരുന്ന ഈ കൂദാശയിലൂടെ നമ്മുടെ കുഞ്ഞ് സ്വീകരിക്കുന്ന സ്നേഹമാനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, സൗമ്യത, വിശ്വസ്തത, ആത്മസംയമനം, ഇതിൽ ഒരു തരത്തിലും നമ്മുടെ കുഞ്ഞിന് കുറവുണ്ടാകരുത് എന്നുള്ളതായിരിക്കണം. ഏതെല്ലാം തരത്തിലുള്ള ഭൗതിക സമൃദ്ധിയുടെ നടുവിൽ ഇവൾ വളർത്തപ്പെട്ടാലും ഈ കാര്യങ്ങൾ അന്യം നിന്ന് പോയാൽ ആധ്യാത്മിക ജീവനിൽ നിന്ന് അകന്നു പോവുകയാണെന്നുള്ള ബോധം നമുക്ക് നമ്മുടെ കരുണയ്ക്ക് നമ്മളെല്ലാവരും സാധിച്ച ദൈവോത്രിയായിരുന്ന ഈശോയെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ കൃപയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. പ്രവേശിക്കുക സാധ്യത തള്ളിച്ചത് കർത്താവേ, മാമോദീസായുടെ വീടിന് ദൈവോത്രിയാകേണ്ടവരം ഈ ശിശുവിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നദിയിൽ മാമോദീസ സ്വീകരിച്ചവരെ ഇതിന് മാതൃക കാണിച്ചു കർത്താവേ, ദൈവഹിതം നിറവേറ്റിരിക്കുവാൻ കർത്താവേ ദാസിക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും കർത്താവേ, പാപത്തിന് മരിച്ച് നവജീവൻ പ്രാപിക്കുന്ന ശിശുവിനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധാത്മാവിന്റെ ആലയമായി ഞാൻ ആഗ്രഹിച്ചതിന്റെ മക്കളെ എത്തിയിരിക്കുന്ന ശിശുവിനെ വിശുദ്ധിയുടെ മാർഗം നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിളിക്കപ്പെട്ടിരിക്കുന്ന ശിശുവിന്റെ ആത്മീയം ഭൗതികം എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന്റെ പ്രകാശനാണ് ഈ ശിശുവിനെ വളർത്തുവാൻ വേണ്ടി കൃപാവരെ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തലവനായ ഞങ്ങളുടെ ശുദ്ധിതാവുമായ അവരുടെ സദസ്സുകളുടെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ നമ്മെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളിലൂടെ യാഥാർത്ഥ്യം പൂർത്തിയാക്കട്ടെ. മനുഷ്യരെല്ലാവരും രക്ഷാകരദിനം വേഗം സംജാതമാകട്ടെ. ഞങ്ങൾ പരികർമ്മം ചെയ്യുന്ന ഈ വിശുദ്ധ പരിശുദ്ധാത്മാവിന്റെ വേദനത്താൽ ഈ കുഞ്ഞിന്റെ നിത്യജീവനിലേക്കുള്ള കവാടമായി ഭവിക്കട്ടെ. സകലത്തിന്റെ എന്നേക്കും. നമ്മളൊന്ന് ചേർന്ന് കുഞ്ഞിന് വേണ്ടി കുഞ്ഞിനോടൊപ്പം വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള നിജാതനും ഞങ്ങൾക്കെല്ലാം പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. മദ്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തിരക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ മോചനത്തിലുള്ള മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങളെ പറയുകയും ചെയ്യുന്നു. വാഴ്ത്തിപ്പാടാം കർത്താവിൻ പാവനമാകും തിരുനാമം സീമാതീത മഹത്വം സാദരമെന്നും കീർത്തിക്കാം. പാതയൊരുക്കാനാഗതനാം ഞാൻ ഈശോ യോർദാനിൽ വിനയമോടെ മാമോദീസ കൈക്കൊണ്ടു മനസ്സാരജലത്തായി നിർമ്മലരാക്കുക ഞങ്ങളെ നീ. നിത്യം ദൈവിക തിരുനാമം മഹിമയണിഞ്ഞിടുന്നു. സഹോദരങ്ങളെ മനസ്സിലായി കാർമേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കഷ്ടപ്പെട്ടു പോയവരെ അന്വേഷിച്ച് കണ്ടെത്തുകയും പോയവരെ ഒരുമിച്ച് കൂട്ടിയ കർത്താവ് എന്റെ സഭയിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ അധീനനായി സകലാനീതിയും പൂർത്തിയാക്കുവാൻ വേണ്ടി യോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുകയും മാമോദീസ നൽകുവാൻ സ്നേഹന്മാർ അനുഭവിക്കുകയും ചെയ്ത കർത്താവ് ഈ കൂദാശ യഥാവിധി പരികർമ്മം ചെയ്യുവാൻ എന്നെ യോഗ്യനാക്കണമേ. സകലത്തിൻ്റെയും നാമമായി എന്നേക്കും. നമ്മുടെ കർത്താവിശ്വംശിയാടുകയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. പ്രാർത്ഥിന്റെയും സ്വാക്കിന്റെയും യാക്കോവിന്റെയും ദൈവമേ, ആരാധ്യനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സ്ഥലത്തിന്റെയും നാഥനായ ദൈവത്തിന് നമുക്ക് ആരാധനയും സ്തുതിയും സമർപ്പിക്കാം. ന്യായവും യുക്തവുമാകുന്നു.
സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളുവെന്ന് ഈ തൈലത്ത് മേലാവസ്ഥിതിനെ ആശീർവദിക്കുമാറാകട്ടെ. മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും ഉയർപ്പിൻ്റെയും പ്രതീകമായ മാമുദീസായുടെ പരികർമ്മത്തിനായി ആരാധ്യമായ തൃത്വത്തിൻ്റെ നാമത്തിൽ തൈലം ആശീർവദിക്കപ്പെടട്ടെ. ഈ തൈലം ഞങ്ങൾക്ക് ജീവന്റെ അടയാളമായി തീരട്ടെ. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ മിശിഹായോട് പൂർത്തീകരിക്കപ്പെടുന്ന മാമോദീസ വഴി ഞങ്ങൾക്ക് പരിപൂർണമായ വിശുദ്ധിയും സ്വർഗഭാഗ്യവും അവിടുത്തെ പൗരോഹിത്യത്തിൽ പങ്കാളിത്തവും ലഭിക്കുമാറാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പാപമോചകമായ മാമോദീസായിൽ അമർത്യതയുടെ അടയാളമായി തീരുവാൻ ഈ തൈലം വിശുദ്ധ മൂറോൻ കൊണ്ട് മുദ്രിതമാക്കുകയും വിശദീകരിക്കപ്പെടുകയും പരസ്പരം കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ. കർത്താവായ ദൈവമേ, യോർദാനിൽ വെച്ച് മാമോദിസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേൽ ഇറങ്ങി വസിച്ചവനും മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നതിനായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് വസിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിലും പൗത്രീകരിക്കപ്പെട്ട അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകുകയും ചെയ്യട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസായിലൂടെ പാപമോചനം നൽകി ആത്മീയ ജന്മം നൽകുന്ന ഒരു പുതിയ ഉദരമായി തീരുവാൻ ഈ ജലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോട് കലർത്തപ്പെടുകയും ചെയ്യുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിൻ്റെയും ആമേൻ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ മുക്കപ്പെടുന്നു. തിരക്കൊന്നും കൂട്ടില്ല, പതുക്കെ ചെല്ലും. നമ്മുടെ കർത്താവ് വിശുദ്ധയുടെ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ.
പ്രകാശമായ മിശിഹ നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. വേണ്ടി കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ ദാസികയുടെ വിശുദ്ധാത്മാവിനെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ ജനത്താൽ വിശുദ്ധ ജീവൻ നയിക്കുവാനും എല്ലാ സാഹചര്യങ്ങളിലും വിശ്വാസം ഉറച്ചു അങ്ങേ ബോധ്യപ്പെടുത്തുവാനും ഇവിടെ ശക്തിയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശ്വാസത്തിലൂടെ വളർത്തുന്നവരെയും വ്യഞ്ജനങ്ങളെ ഉപകാരങ്ങളെ അനുഭവിക്കാൻ വലുതാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തന്നെ വിസ്മരിക്കാതിരിക്കുവാനും ക്ലേശങ്ങളിൽ അങ്ങയിൽ ആശ്രയം വയ്ക്കുവാനും ശക്തരാകട്ടെ. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷിയായി ജീവിച്ച് മരണശേഷം നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ ഇവളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും പരിശുദ്ധാത്മാവിനാൽ പൂരിതയായ വിശ്വാസത്താൽ സ്ഥിരീകരിക്കപ്പെട്ട മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു. സ്ത്രീകന്മാരുടെയും അവരുടെ പിതാമകളുടെയും കൈവപ്പ് വഴി പരിശുദ്ധാത്മാവിന്റെ ദാനം ഇന്നും സഭയിൽ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അന്ന് ഈ ദിവ്യദാനം അങ്ങയുടെ ദാസിക്ക് നൽകുന്നതിന് എളിയവനായ എന്നെ യോഗ്യനാക്കണമേ. പിതാവിന്റെ പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ശരീരത്തിൽ അംഗത്വവും നിത്യജീവനുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസിയെ മുദ്രിതയാക്കണമേ. പിതാവേ എന്ന് അങ്ങേ വിളിക്കുവാൻ പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെ ഈ ദാസിക്ക് നൽകണമേ. കൈവപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളിയും സഭയുടെ വിശ്വസ്തദാസിയുമായി ജീവിക്കുവാൻ ഇവളെ ശക്തിയാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും നന്മയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഇവളിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസിക്കിടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസ സ്വീകരിച്ച അന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പൂർണ്ണയാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ ദാസി സ്വീകരിച്ച ജീവദായകവുമായ അടയാളവും പരിശുദ്ധാത്മാവിന്റെ കൃപാവരപൂർണ്ണതയും ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഈ ദാസിയെ സംരക്ഷിക്കട്ടെ. മിശിഹായുടെ പരിമള ജീവിതത്തോടെ നീളം പ്രസരിപ്പിക്കുവാൻ ഇവൾക്കിടയാവുകയും ചെയ്യട്ടെ. ആത്മീയാനന്ദത്തിന്റെ നിത്യസൗഭാഗ്യത്തിന്റെയും അടയാളമായി അന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. ജീവജലം ആത്മവിശുദ്ധി പകർന്നരുളും മേഘപഥത്തിൽ വെൺപ്രാവാൻ പാവനരൂപനിറങ്ങുന്നു. മാമോദീസ
ദൈവപുത്രിയായിത്തീർന്ന ഈ കുഞ്ഞിനോടൊപ്പം നമുക്ക് ദൈവത്തെ പിതാവെ എന്ന് വിളിച്ച് രക്ഷിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവായ ദൈവമേ, പാപങ്ങൾ നീക്കുന്നതിന് കുഞ്ഞാടായ ഈശോയുടെ തിരുരക്തത്താലെ ശിശുവിനെ ഒന്ന് കഴുകി ശുദ്ധീകരിച്ചുവല്ലോ. പരിശുദ്ധാത്മാവിനെ നൽകുന്ന ഞങ്ങളുടെ ആശംസയുടെ വാഗ്ദാനം ദാസി നിറവേറ്റത് ഞങ്ങൾ അങ്ങേക്കുമെന്ന് പറയുന്നു. അങ്ങയുടെ മകളെ വിശുദ്ധായുടെ കൂട്ടവകാശിയും പരിശുദ്ധാത്മാവിന്റെ പ്രഭാവനത്തിൽ സമ്പന്നമാക്കിയെന്ന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ ദാസി സത്യത്തിലും ആത്മാവിലും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവ് പുത്ര പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും സ്വാമിയുടെയും പ്രാർത്ഥനായി കുഞ്ഞിനെ സഹായിക്കുമാറാകട്ടെ. ഈ കുഞ്ഞിന്റെ നാമത്തിന് കാരണബോധയായ വിശുദ്ധാത്മാവിന്റെ ജീവിതമാതൃകകൾക്ക് വഴികാട്ടിയായിരിക്കുകയും ചെയ്യട്ടെ. തിരുസഭയുടെ വിശ്വസ്തയായ ജീവിക്കുവാനോടുന്ന് സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നീ എന്നും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരവീക്ഷതയായി തീരട്ടെ. കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സുഖഭാഗ്യത്തിന് അവകാശിനിയാകുന്നതുവരെ ആപത്തുകൾ തുണയുസങ്ങളിൽ ആശ്വാസവും പരീക്ഷകളും നിന്നെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശാര്യങ്ങളുടെ പ്രകാശവും നാടിന്റെ സേവന മാതൃകയുമായി തീരുവാൻ ദൈവം നിന്നെ യോഗ്യയായി തീർക്കട്ടെ. ഈ തിരുക്കർമ്മങ്ങൾ പങ്കുകൊണ്ട് നാം എല്ലാവരെയും സ്വന്തമായി എപ്പോഴും എന്നേക്കും. അങ്ങനെ സംഗീതനാണെന്ന് വിശ്വസിച്ച് ഞാൻ എന്നെ ആശ്ലേഷിക്കുകയും എന്നെ പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും